കൺചിമ്മിയ നെഞ്ചാലകം ഏതോ നിഴൽ തുമ്പികൾ തുള്ളിയോ കാതോർക്കയായി രാവുകൾ കാറ്റായി വരും നിന്റെ കാത്താളവും തങ്കത്തിങ്കൾ തേരേറി വർണ്ണപ്പൂവിൻ തേൻ തേടി തേടിത്തുമ്പിൽ കൈമാറോഹങ്ങളെ എന്നും നിന്നെ കൺകോണിൽ നിന്നും പൊന്ന കാത്തോളം അമ്പും എട്ടാരന്റെ നീ പൂവിനും മിഴിയറിയാതെ വന്നു നീ മിഴിയൂഞ്ഞാലി കനവറിയാതെ ഏതോ കിനാവ് പോലെ എനിക്ക് ഇതിനൊക്കെ കൊള്ളാം. അല്ല, നീ എപ്പോഴാ കുട്ടിയെ പരിചയപ്പെട്ടത്? നിന്റെ സ്കൂളിൽ പഠിക്കുന്നതാണോ? എന്താ പേര്? അവളുടെ പേര് ഗീതു. നല്ല പേര്. എവിടാ വീട്? തിരുവനന്തപുരം. പിന്നെ നീ എങ്ങനെയാ പരിചയപ്പെട്ടത്? അത് പിന്നെ ഇൻസ്റ്റാഗ്രാമിലൂടെയാണോ ഏട്ടാ? അതെ. ഇൻസ്റ്റാഗ്രാമോ? അതെന്താ? അതൊരു സോഷ്യൽ മീഡിയ ആപ്പാണമ്മേ. എത്ര നാളായി പരിചയപ്പെട്ടിട്ട്? ഞാനവളെ പരിചയപ്പെട്ടിട്ട് ഒരുപാട് നാളായി. പിന്നെ ഞങ്ങൾക്കിടയിൽ ഇങ്ങനെ ഒരു ബന്ധം തുടങ്ങിയിട്ട് കഴിഞ്ഞ വർഷം നവംബർ മാസത്തിലാണ്. അവളേത് ക്ലാസ്സിലാ പഠിക്കുന്നത്? +2. ഓ, എന്നെക്കാളും ഇളയതാണോ? നിന്റെ ഫോട്ടോ വല്ലതും ഉണ്ടോടാ? ആ ഉണ്ട്. കാണിച്ച്. എൻ്റെ മോൻ്റെ സെലക്ഷൻ എങ്കിലും നന്നല്ലോ എന്ന് നോക്കട്ടെ. എൻ്റെ ഇതോ ഇങ്ങനെ, നിന്റെ ഏതെങ്കിലും നല്ലതാവട്ടെടാ. എന്തോ? ഞാൻ കേട്ടില്ല. ഒന്നുമില്ല, നീ ഫോട്ടോ കാണിക്കടാ. കാണാൻ കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. സൗന്ദര്യത്തിലൊക്കെ എന്തിരിക്കുന്നു, സ്വഭാവമാണ് മുഖ്യം. എങ്ങനെയാ ചേട്ടാ ഈ കുട്ടിയുടെ സ്വഭാവം? കുഴപ്പമില്ലടാ. നീ ഒന്ന് സംസാരിച്ചിട്ടില്ലേ? അത് തന്നെ. പിന്നെ നീ പോയി ബാഗൊക്കെ പാക്ക് ചെയ്തിട്ടില്ലേ? എന്തിന്? നമ്മളെങ്ങോട്ടാ പോകുന്നത്? തിരുവനന്തപുരത്തോട്ട്. ശരിക്കും? അവിടെ മേരിയാൻ്റെ വീട്ടിലാണോ പോകുന്നേ? അതെ, അവിടെ പോണം. ശരിയമ്മ, ഞാനെന്നാ നമുക്ക് മെസ്സേജ് അയക്കട്ടെ. ശരി, പോയി മെസ്സേജ് അയക്കേ. അതും പറഞ്ഞ് ഷാൻ ഗീതുവിന് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചു. ആദ്യം അവനൊരു റിപ്ലൈയും കിട്ടിയില്ല. പിന്നീട് പിറ്റേ ദിവസം, ശരി മോളെ, ഞാൻ പോകുക. അവിടെ നോക്കിക്കോണേ. ധ്യാൻ്റെ പേരിക്കണ്ട, ഞാൻ നോക്കിക്കോളാം. ശ്രീജ ഗീതുവിനെ കൂക്കിയുടെ വീട്ടിലാക്കിയിട്ട് പോയി. കൂക്കി ആളുടെ വീട്ടിലുള്ളവരെ ഗീതുവിന് പരിചയപ്പെടുത്തി കൊടുത്തു. എന്നിട്ട് കൂക്കിയുടെ റൂമിലോട്ട് പോയി. ഗീതു, എന്താ കൂക്കി? നിന്റെ ഇൻസ്റ്റാഗ്രാം പാസ്വേഡ് എന്താ? എന്തിനാണ്? ഒന്നുമില്ലടി, ചുമ്മാ ഒന്ന് കയറി നോക്കാനാ. കൂക്കി ആളുടെ ടാബിൽ ഗീതുവിന്റെ ഇൻസ്റ്റാഗ്രാം എടുത്ത് ലോഗിൻ ചെയ്തു. അപ്പോഴാണ് ഷാനിന്റെ മെസ്സേജ് കണ്ടു. ഇത് നീ എവിടാ? എടി ഒന്ന് റിപ്ലൈ താ. എടി എനിക്കൊന്ന് സംസാരിക്കണം. ഹലോ, ഗീതു ആണോ? അല്ല, ഞാൻ അവളുടെ ഫ്രണ്ട് ജിയോണയാണ്. ഓ, കുക്കിയാണോ? അതെ, എന്നെ എങ്ങനെ അറിയാം? ഗീതു പറഞ്ഞിട്ടുണ്ട്. എന്തിനാ അവളോട് ബ്രേക്കപ്പ് പറഞ്ഞേ? അത് പിന്നെ അങ്ങനെ പെട്ടെന്ന് കേട്ടപ്പോ ആ സാഹചര്യത്തിൽ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടായിരുന്നു. അറിയാണ്ട് പറ്റിപ്പോയതാ. അവളെവിടെ? എനിക്ക് അവളോട് സംസാരിക്കണം. ഓക്കെ. പറ. ഷാൻ ചേട്ടൻ, നിനക്ക് സംസാരിക്കണ്ടേ? വേണ്ട, എനിക്ക് അവനോട് സംസാരിക്കണ്ട, നീ പോ. ഓക്കെ.
ബ്രോ അവൾക്ക് സംസാരിക്കാനില്ലെന്ന്. അവക്ക് സുഖാണോ അവിടെ? അവൾക്ക് സുഖാണോന്നൊക്കെ ചോദിച്ചാ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്ത്? ചേട്ടൻ അങ്ങനെ പറഞ്ഞതിന് ശേഷം അവള് കയ്യിൽ മുറിച്ച്, എന്നിട്ട് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു കയ്യിൽ ഞരമ്പ് മുറിഞ്ഞിട്ടുണ്ട്. അത് പിന്നെ അവളുടെ ബ്രെയിനിൽ അഫക്റ്റ് ചെയ്തു. ഇപ്പോൾ അവള് വല്ലാത്തൊരു സ്റ്റേജിലാണ്. ആരോടൊന്നും പറയാണ്ട് ഭയങ്കര സൈലന്റ് ആയിപ്പോയി. എന്ത്? അവളിപ്പോ എൻ്റെ വീട്ടിലുള്ളത്. ശരി, ഞാൻ പോവാ. എന്തു പറ്റി ഷാൻ? നീ എന്താ വിഷമിച്ചിരിക്കുന്നത്? അമ്മ, ഗീതു അവക്കെന്ത് പറ്റി? മോനെ, നീ എന്താ ഈ പറയുന്നേ? എടാ പോട്ടെ, കുഴപ്പമില്ല. നമുക്ക് അവളെ കാണാൻ പറ്റുമോ നോക്കാം. അതെ ഏട്ടാ, കരയാതെ. നമ്മളിപ്പോ എത്തും തിരുവനന്തപുരത്ത്. അടുത്ത സ്റ്റേഷനാണ്. നിങ്ങൾ വന്നു, കേറി വാ. എടി, നിനക്ക് സുഖമാണോടി? എത്ര നാളായി കണ്ടിട്ട്? ആടി സുഖം. നിന്റെ മക്കളൊക്കെ ഇവിടെ? ചെറുപ്പത്തിൽ കണ്ടതാ മൂന്നെണ്ണത്തിനെയും. ആന്റി. ആഹാ രഞ്ജിത്തെ, നീ അങ്ങ് വളർന്നല്ലോടാ. പിന്നല്ലാതെ. ബാക്കിയുള്ളവരെവിടെ? ഷാൻ പുറത്തുണ്ട്, എന്തോ ഫോൺ കോൾ വന്ന് ഫ്രണ്ട്സിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. പിന്നെ രഞ്ജു ഓസ്ട്രേലിയയിലാണ്. ഓ, ഇവിടുത്തെ രണ്ടുപേരെവിടെ? ഇവിടെ ഉണ്ട്, ഞാൻ വിളിക്കാം. വന്നല്ലോ. നിങ്ങളുടെ പേരെന്താ? നീ വന്നോ? ഫോൺ വിളിച്ചു കഴിഞ്ഞോ? കഴിഞ്ഞു. നിനക്ക് സുഖമാണോടാ? അതെ ആന്റി.